on to the last chapter, struggles of equality. The last two chapters we have different kinds of market and that original producer all final selling and equality but struggles for equality in the next chapter. Okay? See, according to Indian Constitution, what does Indian Constitution do? Equal wage to equal work. No person could be discriminated because of religion, sex, caste, or whether they are rich or poor. Discrimination all adults in India have equal right to vote during elections, and this power over the ballot box has been used by people to elect or replace their representatives. But this feeling of equality that the ballot box provides because the vote of one person is good as that of another does not extend to most people's lives. Okay? Privatization of health services and the neglect of government hospitals have made it difficult for most people to, like Kanda, Hakim Sheikh and Aman, to get good quality health care. These people do not have the resources to afford expensive private health services. Now, a delivery case a private hospital operation about 50,000 charging. That's 1 lakh. Now, this delivery case private hospitals ചെറിയൊരു ബുദ്ധിമുട്ട് ഡെലിവറിയിൽ കണ്ടാൽ അവരെന്ത് ചെയ്യും? ഉടനെ ഓപ്പറേഷൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. ഡെലിവറി നോർമൽ ഡെലിവറിക്ക് എന്നാലും ഒരു 6 to 7 നോർമൽ ഡെലിവറിക്കും ഉണ്ട്. അപ്പം നോക്കൂ, ഇതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് പോയാൽ അത് ഫ്രീ ഓഫ് കോസ്റ്റാണ്. വളരെ ചുരുങ്ങിയ ചിലവിൽ ചെയ്യുന്നതാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ വളരെ ചുരുങ്ങിയ ചിലവിൽ. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ സാധാരണയുള്ള ജനങ്ങളൊക്കെ എങ്ങനെയൊക്കെ പോകും ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽസും, കാരണം ദേ കാണ്ട് അഫോർഡ് ദാറ്റ് അല്ലേ. അപ്പം നമ്മൾ പക്ഷേ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ ഇതിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടും സാധനങ്ങളുടെ ഷോർട്ടേജ്, ആളുകളുടെ ഷോർട്ടേജ് ഇതിനൊക്കെ വരുന്നത് തന്നെ ടൈം നീങ്ങും. അപ്പം നമ്മളിപ്പോൾ പെട്ടെന്നൊരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റിയതാണ് നമ്മൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലേക്ക് പോകുന്നതിലും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലേക്ക് പോവുകയും നമ്മൾ തീരുമാനിക്കാം. അതിൻ്റെ കാരണം വി ഹാവ് അവർ ഓൺലി വൺ ലൈഫ് അല്ലേ, വി ഹാവ് ടു പ്രൊട്ടക്റ്റ് ഇറ്റ്. അതുകൊണ്ടാണ് നമ്മൾ വേഗം വിചാരിക്കുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. കാരണം അവർ നമ്മൾ പേ ചെയ്യുന്നതുകൊണ്ട് അവർ നമുക്ക് ചോദ്യം ചെയ്യാൻ അധികാരം ഉണ്ട് എന്നറിയുന്നതുകൊണ്ട് തന്നെ അവരൊന്നും കൂടെ ശ്രദ്ധിക്കും അല്ലേ. ദാറ്റ് ഈസ് വൺ മെയിൻ റീസൺ വൈ പ്രൈവറ്റൈസേഷൻ വലിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് they can't afford it. The man who sells juice does not have the resource to compete with all other major companies who sell branded drinks. അതല്ലേ ജ്യൂസ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഷുഗർ കെയിൻ, റോഡ് സൈഡിൽ ഷുഗർ കെയിൻ ഉണ്ടായിട്ട് അതിൻ്റെ തൊട്ടടുത്തൊരു കമ്പനിയിൽ ഒരു ഷോപ്പുണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഇഷ്ടംപോലെ മറ്റേ സ്പ്രിറ്റ് ഇങ്ങനെയുള്ള പല 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 ഡ്രിങ്ക്സും ഉണ്ട് അല്ലെ. ആ ഡ്രിങ്ക്സ് വിൽക്കുന്ന കമ്പനികളോടൊന്നും ഇയാൾക്ക് ഈ ഷുഗർ കെയിൻ സെല്ലർക്ക് അല്ലെ ഷുഗർ കെയിൻ ജ്യൂസ് സെല്ലർക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. ഇത് ഫോഴ്സ് ഹർ ടു സെൽ ഹർ പ്രോഡക്റ്റ്. അപ്പം നമ്മളൊക്കെ വിചാരിക്കുന്ന ആ ഷുഗർ കെയിൻ സെല്ലർക്കുള്ള വോട്ടും അതുപോലെ ഈ ബിഗ് കമ്പനീസിൻ്റെ ഓണറിലുള്ള വോട്ടും ഒരേപോലെ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈക്വൽ ബിഫോർ ലോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. അന്നൊരു ദിവസം മാത്രമേ ഈ ഷുഗർ കെയിൻ സെല്ലറിൻ്റെ വോട്ടിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവും. മറ്റവരൊക്കെ എപ്പോഴും വലിയ നിലയിൽ തന്നെയാണ് ജീവിക്കുന്നത് അല്ലേ. This forces her to sell her cotton at a lower price. Melanie, like the millions of domestic workers across the country, is forced to endure the insults and hardship of working as a domestic help because she has no resource to set up something on her own. Poverty and the lack of resources continue to be a key reason why so many people live in India are highly. അപ്പം നമ്മൾ അൺഈക്വൽ ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആ അൺഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് എങ്ങനെ ഈക്വൽ ആക്കാൻ നോക്കാം. പക്ഷേ നമുക്ക് മനസ്സിലാക്കും പോവർട്ടി അല്ലേ. ഇപ്പോൾ മുമ്പ് പത്രങ്ങളിൽ വന്നിട്ടുണ്ട് ഒരു കുട്ടി വീട്ടു ജോലിക്ക് നിന്ന കുട്ടി ആത്മഹത്യ ചെയ്തു
അല്ലേ, എൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിൽ. അപ്പോൾ എന്താണ് ഭക്ഷണം കൊടുക്കാതെ എന്നിട്ട് വല്ലാതെ ചെയ്തപ്പോൾ അതെന്തോ കട്ട് തിന്ന് കഴിഞ്ഞാലായിരുന്നു തോന്നുന്നു. പക്ഷേ വിശന്നപ്പോൾ അത് തിന്നിട്ടുണ്ടാവും. അപ്പം അതിന് ഈ ഉടമ വന്ന് തല്ലുന്ന് കണ്ടപ്പോൾ അവൾ എടുത്ത് ചാടുകയാണ് ചെയ്തത്. അപ്പം അത് ഇക്വാലിറ്റി ഇല്ലാഞ്ഞിട്ടാണ്. അപ്പം എന്തുകൊണ്ട് അവളുടെ പോവേർട്ടിയാണ് അവളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. എന്ത് ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയല്ല. സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വീട്ടിൽ ജോലിക്ക് നിൽക്കുമോ? നമുക്ക് അതിന് സാമാന്യ ഒരു കാശുണ്ടെങ്കിൽ. അപ്പം ഇതൊക്കെ നമ്മൾ വി ഹാവ് ടു തിങ്ക്. പോവർട്ടി ആൻഡ് ദ ലാക്ക് ഓഫ് റിസോഴ്സസ്. നമുക്കത് വേണ്ട രീതിയിലുള്ള സാധനങ്ങളില്ല എന്നുള്ളതുകൊണ്ട് നമ്മുടെ അപ്പോൾ ഇനീക്വാലിറ്റിയുടെ രണ്ട് കാരണങ്ങളുണ്ട്. ഇത് പോവർട്ടിയാണ്, ലാക്ക് ഓഫ് റിസോഴ്സസാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇനീക്വാലിറ്റി ഉണ്ടാവുന്നത്. ഓക്കെ. On the other hand, the Ansaris were discriminated. നേരത്തെ നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചു. അൻസാരി എന്നുള്ള താഴെ ജാതിപ്പെട്ടവരാണെങ്കിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് ഒരു വീട് തപ്പി നടന്നപ്പോൾ മാംസം കഴിക്കുന്നവർക്ക് മീൻ കൊടുക്കില്ല എന്നാണ്. അപ്പോൾ ആ മാംസം അവിടെ തന്നെ മണത്തപ്പാണ് അൻസാരികൾക്ക് മനസ്സിലായത് ജാതിയാണ് ഇവിടെ പ്രശ്നം, അല്ലേ? അപ്പോൾ അവർക്ക് അവരുടെ ആത്മാഭിമാനം പണയം വയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ അൻസാരി എന്നുള്ള ലേബലിൽ താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തേടി പിടിച്ച് അതിലെല്ലാം പോയി. ഓക്കെ. People were reluctant to leave them to see the school. പിന്നെ അതുപോലെ നേരത്തെ ഒരു വാൽമീകിൻ്റെ സ്റ്റോറി പഠിച്ചു. അവർക്ക് ഇപ്പം വലിയ എഴുത്തുകാരനൊക്കെ ആയെങ്കിലും അങ്ങനെ എന്തുകൊണ്ടോ കുഞ്ഞ ചുള്ളുകൊണ്ട് മുറ്റം മുഴുവൻ അടിച്ച് വരേണ്ടി വന്നു. കാരണം എന്താ, അവൻ്റെ ജാതി പേരാണ് അവനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. കാരണം എന്താ, അങ്ങനെയുള്ള കുട്ടി ഇത് അടിച്ചാൽ മതി എന്നുള്ളത്. അവസാനം അവൻ്റെ അച്ഛൻ വന്നിട്ട് അവനെ കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്, അല്ലേ? അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഇനീക്വാലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരെങ്കിലും അവർ വാൽമീകിക്ക് അയാളുടെ അച്ഛനാണെങ്കിൽ മറ്റേ ആൾക്ക് സ്വന്തം ജോലിയും സ്വന്തം ആത്മാഭിമാനവും അങ്ങനെയാണ്. അത് രണ്ടുമാണ് അവരെ ഇനീക്വാലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടുത്തി, അല്ലേ? പിന്നെ നമ്മൾ വർക്കിംഗ് ഏരിയയിൽ നമ്മൾ കാശ് വൈകുന്നേരം നമ്മൾ പൈസ കൊടുക്കുമ്പോൾ റോഡ് വർക്കിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ അത് കാണാറ്. പെണ്ണുങ്ങളും ഉണ്ടാകാറുണ്ട്, ആണുങ്ങളും ഉണ്ടാകും. രണ്ടുപേരും ഒരേപോലെ ഉരുകി ഒലിക്കുന്ന ചൂടിൻ്റെ മുകളിൽ സൂര്യൻ്റെ ചൂടിൻ്റെ താഴെ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ പെണ്ണിന് കുറവും ആണിന് കൂടുതലുമാണ്. ഇതൊക്കെ ഇനീക്വാലിറ്റിയാണ്. Persons are discriminated against primarily because of their social and cultural background as well as because they are women. Discrimination on the basis of person's religion, caste and sex is another significant factor for why people are treated. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം, ഒന്നാമത്തെ പോവർട്ടിയും ലാക്ക് ഓഫ് റിസോഴ്സസും ആണെങ്കിൽ, രണ്ടാമത്തെ കാര്യം റേസ്, അല്ലേ, ആണോ പെണ്ണോ എന്നുള്ളത്, പിന്നെ റിലീജിയൻ, പിന്നെ കാസ്റ്റ്. ഈ ഒരു കാരണങ്ങളാണ് നമ്മൾ ഇനീക്വാലിറ്റി ഉണ്ടാകുന്നത്, അല്ലേ? ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നാലേ നമുക്കത് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? Often poverty and lack of dignity and respect for certain communities and groups can come together in such powerful ways that it is difficult to identify where one respect of inequality ends and the other begins, അല്ലേ? And respect for certain communities and groups come together. ഇത് സാധാരണഗതിയിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ചങ്ങ് വരും. അധികവും ഈ പഠിപ്പില്ലാത്തവരും അല്ലെങ്കിൽ ജോലി കുറവുള്ളവരും പൈസ കുറവുള്ളവരും ഒക്കെ താഴെ ജാതികളിൽ പെട്ടതാണ്. അപ്പോൾ എവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്? ദലിത്, ആദിവാസി and Muslim girls drop out of school in large numbers. This is a combined outcome of poverty, social discrimination എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏതാണ്ടത് മനസ്സിലാക്കി, അല്ലേ? ഈ ഇതിലൊക്കെ നോക്കിയാൽ പറഞ്ഞാൽ ഒന്ന് പോവർട്ടി, കാശ് കുറഞ്ഞ കുടുംബത്തിലുള്ള കുട്ടികളൊക്കെ വേഗം കൊടുത്തയക്കുന്നതിൻ്റെ കാര്യം എങ്ങനെയെങ്കിലും ചെറിയ പ്രായത്തിൽ കൊടുത്താൽ ഇത്രയധികം സ്ത്രീധനൊന്നും വേണ്ട എന്നുള്ളതിൻ്റെ ഒരു കാരണം അതാണ്, അല്ലേ? പിന്നെന്താ, അവരെ പഠിപ്പിക്കേണ്ട. അപ്പം എല്ലാം കൂടി സോഷ്യൽ സ്കൂൾ ഫെസിലിറ്റീസ് ആൻഡ് ഫോർ ദ കമ്മ്യൂണിറ്റീസ്. നൗ യു അണ്ടർസ്റ്റുഡ് ഹൗ ഇനീക്വാലിറ്റി പോവർട്ടി എന്ന് വരും, ലാക്ക് ഓഫ് റിസോഴ്സസ് എന്ന് വരും, പിന്നെ കാസ്റ്റ്, ക്രീഡ്, ഇതിൽ നിന്നൊക്കെ വരും. അപ്പം അങ്ങനെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഹൗ ദിസ് be over, alle throughout the world, in every community, village, city and town, there are some people who are known and respected because of their fight for equality. These people may have stood up against an act of discrimination that they faced or which they have witnessed, or they may be well respected because they treat all persons with dignity and are therefore trusted and called upon to resolve issues in the community. അല്ലെ, എല്ലാ സംസ്ഥാനത്തും എല്ലാ ഏരിയയിലും ഇങ്ങനെ ഒരു ആളും ഇനീക്വാലിറ്റി തടയാനുള്ള ഒരാൾ അങ്ങനെ ചെയ്യാൻ പാടില്ല
പെണ്ണിനും ഒരേ നിയമങ്ങളാണ്, ജാതിയിലും വലിയാനും ഇതിനൊന്നുള്ള വ്യത്യാസം പാടില്ല, ഇങ്ങനെയുള്ള ആളുകളുണ്ടാവും അല്ലേ. Often some of these persons become more widely recognized because they have supportive അപ്പം നമ്മൾ ആലോചിക്കുന്നത് ഇങ്ങനെയുള്ള റെപ്രസെൻറ്റേറ്റീവ്സിന് എന്തുകൊണ്ട് കുറേ ഫോളോവേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ലോകത്ത് പണക്കാരന് നല്ല സൗകര്യമുള്ളവരെയും വെച്ച് നോക്കുമ്പം പാവപ്പെട്ടവനും അടിച്ചമർത്തപ്പെട്ടവനുമാണ് കൂടുതൽ. അപ്പം അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ടാവും എന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സർട്ടൻ മൂമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. തവ Matsya Sangh in Madhya Pradesh coming together to fight against for an issue. There are many such struggles such as those among BD workers. BD തൊഴിലാളികളുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ ഫിഷർമാൻ, പിന്നെ അഗ്രികൾച്ചറൽ ലേബറേഴ്സ് അല്ലേ, ആണിനും പെണ്ണിനും തുല്യ കൂലിയൊന്നും അല്ലെങ്കിൽ വെച്ചുണ്ടാക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. സ്ലാം ഡല്ലേഴ്സ്, ഈ ചേരികളൊക്കെ ജീവിക്കുന്നവർ, ആൻഡ് ഈച്ച് ഗ്രൂപ്പ് ഇൻ സ്ട്രഗിൾ ഫോർ ജസ്റ്റിസ്. അപ്പം നമ്മൾക്കറിയാം ഈ അടിച്ചമർത്തലിൽ നിന്നൊക്കെയാണ് കുറേ അടിച്ചമർത്തുമ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ട് അതിനെതിരെ ഒച്ച വിടുമ്പോൾ കുറേ പേര് അതിൻ്റെ പിന്നാലെ വരും. അപ്പം അതിൽ തന്നെയാണ് കുറേ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ആളുകളുണ്ടായത്. ലെറ്റ് us look into തവ Matsya Sangh. അതെന്തായിരുന്നു, എന്തിനാണ് ഒരു മൂവ്മെൻറ്റ് വന്നത്? When dams are built or forest areas declared sanctuaries for animals, thousands of people are displaced. Whole village uprooted and people are forced to go and build new homes, start new lives elsewhere. Most of these people are poor in urban areas to bastis in which poor people live are often uprooted. Some of them are relocated to areas outside the city. Their work as well as their children's school is severely disrupted because of the distance from the outskirts of the city. നമുക്കറിയാവുന്നതാണ് അല്ലേ. അപ്പം പെട്ടെന്നായിരിക്കും ഈ ചേരി ഇതിൻ്റെ ഈ ടൗണിലൊക്കെ നടുക്ക് ചെറിയ ചേരികളുള്ളത് പെട്ടെന്നായിരിക്കും അതൊക്കെ ഒഴിപ്പിക്കാനൊക്കെ പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒഴിപ്പിക്കാൻ എന്നിട്ട് അവർക്ക് സ്ഥലം കൊടുക്കുക ഏതെങ്കിലും റൂറൽ ഹള്ളി ഏരിയകളിൽ. അപ്പോൾ ഈ കുട്ടികൾ അവിടെ നിന്ന് ഇതുവരെ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നവരുടെ പഠിപ്പൊക്കെ നിന്ന് പോകും. കാരണം അത്രയും ദൂരം അവർക്ക് ട്രാവൽ ചെയ്ത് വരാൻ പറ്റില്ല. പിന്നെ അതുപോലെ പ്രൈവറ്റ് സ്കൂൾസ് അവർക്ക് ചേർക്കാനുള്ള പോകുള്ളൂ. The displacement of people and communities is a problem that has become quite widespread in our country. People usually come together to fight against this. There are several organizations. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് തവ Matsya Sangh, Federation for Fisher Workers Cooperatives, an organization fighting for the rights of the displaced forest dwellers in the Satpura forest in Madhya Pradesh. അപ്പോൾ അതാണ് ചില സ്ഥലത്ത് ഒന്നായിട്ട് വലിയ ഡാംസ് ഉണ്ടാക്കുന്നു. ആ ഡാമിൻ്റെ ചുറ്റുമുള്ള വീടുകളൊക്കെ ഒഴിപ്പിക്കും. അപ്പം അതുവരെ കാട്ടിൽ നിവസിച്ചിരുന്ന ഇവരെയൊക്കെ കാട്ടിൽ നിന്ന് പുറന്നു. ഈ കാട്ടിൽ തന്നെ ജീവിച്ചവർക്ക് കാടിൽ മാത്രമേ മര്യാദയ്ക്ക് ജീവിക്കാൻ അറിയുള്ളൂ, പുറത്തവർക്ക് ജീവിക്കാൻ അറിയില്ല. അപ്പം അവർക്ക് അവരവരുടെ വളരെ ജോലിയോ പഠിപ്പോ ഒന്നും ഇല്ലാത്തവരൊക്കെ ആയതുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാനാണ് തവ Matsya Sangh. എവിടെയാണ്? മധ്യപ്രദേശിൽ. ഓക്കെ, originating in the Mahadev hills of Chindwara district, the Tava flows through Beetal before joining Narmada in Hoshangabad. The Tava Dam began to build in 1958 and was completed in 1970. It submerged large areas of forest and agriculture. Forest dwellers were left with nothing. Some of the displaced settled around the reservoir. Apart from their meager farms, found a livelihood in fishing. They earned very little. അതാണ് ഉണ്ടായത്. അവിടെ ഒരു റിവർ തവ ഫ്ലോസ് ത്രൂ ബീറ്റൽ. നർമ്മദയിൽ ചേരുന്നതിന് മുമ്പ് ആ തവ ചേരും. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? റിസർവെയർ ഉണ്ടാക്കി. അപ്പോൾ റിസർവെയർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം കെട്ടി നിർത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? നല്ലൊരു ഏരിയ മുഴുവൻ വെള്ളത്തിലടിയിലായി അല്ലേ. അപ്പോൾ അവർക്ക് എന്താ, അപ്പോൾ അവർ റിസർവെയറിൻ്റെ അടുത്ത് വീട് കൊടുത്തവർ അവിടെ എന്ത് ചെയ്തു? അവിടെ ജീവിക്കാൻ തുടങ്ങി. എന്തായാലും they earned very little in life. In 1994, the government gave the rights for fishing in the Tava reservoir to private contractors. These contractors drove the local people away and got cheap labor from outside. അപ്പോൾ 1994 ഗവൺമെൻറ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പ്രൈവറ്റ് കോൺട്രാക്ടർമാർക്ക് അവിടെ
റിസർവയറിൽ തന്നെ വെള്ളം അണകെട്ടി നിർത്തുകയാണല്ലോ ചെയ്തത്. അപ്പോൾ അവിടെ തന്നെ ഫിഷ് ചെയ്യാനുള്ള സൗജന്യം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ കള്ളന്മാരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ റിസർവയറിൻ്റെ അടുത്ത് താമസിച്ചതിന് അവകാശമുള്ള ആൾക്കാരുണ്ടായിരുന്നു, അവരെയൊക്കെ മെല്ലെ തള്ളി പുറത്താക്കിയിട്ട് കുറഞ്ഞ കൂലിക്ക് പൈസയ്ക്ക് കിട്ടുന്ന ആളുകളെ കൊണ്ടുപോകും. The contractors began to threaten the villagers who did not want to leave by bringing in hoodlums. The villagers stood united and decided that it was time to set up an organization. അപ്പോൾ ഇങ്ങനെ ഇവരെ ഭീഷണിപ്പെടുത്തി ഇവരെ എല്ലാം ഇവിടെ നിന്നൊക്കെ പറഞ്ഞയക്കാൻ നോക്കിയപ്പോഴാണ് അവർ എന്ത് ചെയ്തത്, തവ മത്സ്യ സംഘം കൊണ്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി. അതിനെതിരെ തന്നെ യൂണിഫോം ഓർഗനൈസ് റാലീസ് ആൻഡ് ചക്കാജാം എന്ന് പറഞ്ഞാൽ റോഡ് ബ്ലോക്ക് ചെയ്യുക, അതല്ല കിടന്നിട്ട് ഡിമാൻഡിങ് ദ റൈറ്റ് ടു കണ്ടിന്യൂ ഫിഷിംഗ് ഫോർ ദ ലൈവ്ലിഹുഡ്. ഇൻട്രസ്റ്റ് കാരണം ഡാം ഉണ്ടാക്കിയപ്പോൾ അവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകൾക്ക് മാത്രം ഗവൺമെൻറ് സമ്മതം കൊടുത്തു. അപ്പം ഇവരുടെ ഈ സമരം മൂലം എല്ലാവർക്കും അവിടെ ഫിഷ് ചെയ്യാനുള്ള സംവിധാനം കൊടുത്തു. കാരണം ഈ മത്സ്യസംഘം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം മത്സ്യം പിടിച്ചിട്ടാണ് അവരുടെ ജീവിതം. അപ്പോൾ അതിന് പറ്റില്ല വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ജോലി ചെയ്യാം. In response to their protests, the government created a committee to assess the issue. The committee recommended that the fishing rights be granted to villagers for their livelihood. In 1996, Madhya Pradesh government decided to give most people displaced at Tawadam the fishing rights for the sun. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ്റെ പ്രവർത്തനം മൂലം 1994 നിന്ന് 1996 ആവുമ്പോഴേക്ക് ഗവൺമെൻറ് ഇവർക്കും കൂടെ അവിടെ പോകാനുള്ള റിസർവറിൽ പോയി മീൻ പിടിക്കാനുള്ള അനുമതി കൊടുത്തു. ഓക്കെ, Tava started the new year with the first catch. Okay, with the TMS, അതായത് Tava Matsya Sangh taking over, the fish workers were able to increase their earnings. അപ്പോൾ ഈ പ്രോബ്ലംസ് ഇവരെ ഏറ്റെടുത്തോടെ ഏതായാലും ഇവിടെ തന്നെ പിടിക്കാമല്ലോ, പിടിച്ചിട്ട് അവർക്ക് തന്നെ കച്ചവടം നടത്താമെന്നായപ്പം this was because the setup of the cooperative which would buy the catch. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഗവൺമെൻറ് വേറൊരു കാര്യം ചെയ്തു, ഈ ഇവരെ കൊണ്ടുവരുന്ന മീന് വാങ്ങാൻ ഇവിടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീനെ ഉണ്ടാക്കി. ഓക്കെ, അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർ ഒരു നല്ല വിലയ്ക്ക് മീൻ വാങ്ങുന്നതുകൊണ്ട് തന്നെ ഇവർക്കധികം നഷ്ടമുണ്ടായില്ല. Good price. They have now begun to earn 3 times more than they earned earlier. The TMS also began. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഒരു സാധാരണ അടിച്ചമർത്തപ്പെട്ട ഫിഷർമാൻ ഫ്ലോക്ക് ഉണ്ടാക്കി കൊടുത്ത മാറ്റം ഇതാണ് അല്ലേ. അവർക്ക് സ്വന്തമായി അവരുടെ വല ഉപയോഗിച്ച് പോയിട്ട് ഇവിടുന്ന് മീൻ പിടിക്കാനുള്ള അധികാരം കൊടുത്തു. അതുമല്ല അത് മുഴുവൻ ഗവൺമെൻറ് വാങ്ങുകയും ചെയ്തു. എന്നിട്ടാണ് ലേലം വിളിച്ചിട്ട് മറ്റുള്ളവർക്കും കൊടുക്കും. അപ്പോൾ ഏതായാലും ഗവൺമെൻറ് ഡിഡ് എ ഗുഡ് ജോബ്. The Indian Constitution as a living document, the foundation of all movements for justice and inspiration for all the proper poetry and songs on equality, is the recognition that all people are equal. അപ്പോൾ അതാണ് എല്ലാ വരിക സർജറി എന്നുള്ള പാട്ടൊക്കെ നോക്കും, എല്ലാത്തിലും എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണ്. ഇക്വാലിറ്റി, നമ്മുടെ ഡെമോക്രാറ്റിക് കൺട്രി, അവിടെ എല്ലാവരും ഈക്വലാണ്. Movements and struggles for equality in India continuously refer to the Indian Constitution to make their point about equality and justice for all. The fisher workers in Tava Matsya Sangh hope that provision for the Constitution will become a reality through their participation in this movement. By constantly referring to the Constitution, they use it as a living document. Adina living document aayittu eduthu. That is something that has real means in our life. In a democracy, there are always communities and individuals trying to expand the idea of democracy and push for greater recognition of equality in existing as well as new issues. Issues of equality are central to democracy. In this book, we have tried to highlight issues that pose the challenge. നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള പ്രോബ്ലംസ്, അവിടെ ഇക്വാലിറ്റി ഇല്ലായിരുന്നു. അതിനെ ഒച്ചയിട്ട പ്രശ്നം ചെയ്യാനൊന്നുമില്ല. ഫൈനലായിട്ട് ഗവൺമെൻറ് തന്നെ അതിന് അനുകൂലമായി തീരുമാനമെടുത്തു. Okay, the increasing control that business houses exert in India, the low value given to women and their work, and the low earnings made by small farmers who grow cotton. These issues substantially affect poor and marginalized communities and therefore concern economic and social equality in the country.
The dignity and self-respect of each person and their community can only be realized if they have adequate resources to support and nurture their families, and if they are not discriminated against. Okay, so finally, we found that how organizations help these fisher folks. So with that, I am stopping this lesson. There is just a point to think how equality can be brought among Indians. Okay, thank you, children.